ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ഒന്നാം വർഷ BEd പ്രവേശനം 2024-25 റിലേറ്റ് ചെയ്ത് സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്കായി പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിനും 11/7/2024 മുതൽ 16/7/2024 വരെ അവസരം. ഒന്നാം വർഷ BEd പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനത്തിന് രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 2024 ജൂലൈ 11 മുതൽ ജൂലൈ 16 വരെ പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഈ ഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. നിലവിൽ രജിസ്ട്രേഷനുള്ള എല്ലാവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കൽ, റീവാലുവേഷൻ, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തൽ, കാറ്റഗറി മാറ്റം തുടങ്ങി എല്ലാ തിരുത്തലുകൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ അക്കാഡമിക് വിവരങ്ങളും മാർക്കിലെ വർധനവ്, സ്പെഷ്യൽ വെയിറ്റേജ് ഓപ്ഷനുകൾ മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് അടയ്ക്കാത്ത അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷകർക്കും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത അപേക്ഷകർക്കും നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള പക്ഷം ആയതിലേക്ക് പരിഗണിക്കപ്പെടുന്നതിലേക്കായി ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പുതുതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ആദ്യ 2 ഘട്ട അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ പുതുതായി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പുതിയ ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളുടെ പുതിയ ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളുടെ മുൻ അലോട്ട്മെൻറ്റുകളിൽ നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആകുന്നതാണ്. ഈ വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം ഇവരുടെ പഴയ എല്ലാ ഓപ്ഷനുകളും ഈ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. നിലവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ നൽകുന്ന പക്ഷം പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ ഹാജരായി നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾ മുൻ അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം 2 അഡ്മിഷനും നഷ്ടമാകുന്നതാണ്. തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ പുതുതായി നൽകിയ ഓപ്ഷനുകൾ മാറ്റങ്ങൾ അപേക്ഷയിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അതോടൊപ്പം എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റുകൾക്ക് ഓപ്ഷൻ നൽകുന്നതിന് അവസരം നൽകിയിട്ടുണ്ട്. BEd കോഴ്സുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് വഴി ജൂലൈ 11 മുതൽ 16 വരെ ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്തവരും നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തവരും അഡ്മിഷൻ എടുത്ത ശേഷം കോളേജിൽ നിന്നും TC വാങ്ങിയവരും പല ഘട്ടങ്ങളിൽ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്നും പുറത്തായവരും ഉൾപ്പെടെ എല്ലാവരും പുതുതായി കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷൻ നൽകിയാൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം ഓർമ്മ വെക്കുക. അപ്പോൾ ഇവ ഇത്രയുമാണ് BEd റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് പുതുതായി രജിസ്ട്രേഷൻ ചെയ്യാനും കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തിരുത്തലുകൾ വരുത്താനും ഓപ്ഷനുകൾ പുതിയത് നൽകാനും ഒക്കെ തന്നെ അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക് യു.